ഹലോ പ്രോ ഗ്യാങ്, എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കുന്നത് BR റാങ്കാണ്. BRൻ്റെ പുതിയ സീസണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് CS കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ദിവസത്തേക്ക് ഒരു സ്കൈ ഡൈവ് ഉണ്ട്. അത് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലത് നോക്കാൻ ഗെയിമിൽ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് തന്നെയാണ് കറക്റ്റ് കിട്ടിയത്, വേറെ ആർക്കും കിട്ടിയില്ല. നോക്കിയത് എങ്ങനെയുള്ള കാര്യം. നമ്മളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് 2 ചിറകൊക്കെ ഉണ്ട്. നമ്മുടെ പുറകെ നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. നല്ല സെറ്റ് സ്കൈ ഡൈവ് ആണ്. നമ്മൾ മുമ്പിൽ നമ്മുടെ കൂടെ നമുക്ക് 2 ചിറകൊക്കെ. എന്തായാലും ഒന്ന് എൻ്റെ ഇടയ്ക്ക് ചെറിയൊന്ന് റെക്കോർഡിങ് നിന്ന് പോയിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ ടീംമേറ്റ് എല്ലാം വിട്ടുപോയി. ഞാൻ വരപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ലൂട്ടും കാറിലൊക്കെ എടുക്കാം. എന്തായാലും ഇവിടെ തന്നെ ഒരു കണ്ണ് കാറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇറങ്ങിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഗൈസ് MP40 കിട്ടി. വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് ഇറങ്ങിയപ്പോൾ MP40 കാറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ വീട്ടിലും കൂടെ എനിക്ക് നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. ഇവിടെ നിന്ന് ഭാഗ്യമില്ലാതെ ഇപ്പോൾ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. നമുക്ക് മുമ്പിൽ എന്താ അവിടെ പോയി നോക്കാം. എന്തായാലും ഇതൊന്ന് വെക്കാം. ഇതിനൊന്നും ഒരു ഉപകാരമില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് അടുത്തൊരു കണ്ണുകൂടി വേണം. നമുക്ക് അടുത്തിട്ടത് എൻ്റെ പേര് ഞാൻ പറഞ്ഞത് എന്താണെന്ന്. ഇതൊക്കെ വിട്ട് നമുക്ക് വേറെ ആരും നല്ല കളി ഇതന്നെ ഉപയോഗിച്ച് കളിക്കേണ്ടതെന്ന് തോന്നുന്നു. എന്തായാലും എനിമീനെ നോക്കാം. ഇതോട്ട് നമുക്ക് എനിമീനൊന്നും കിട്ടില്ല. നമ്മുടെ ടീംമേറ്റൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഇട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിമീസ് ഒന്നുമില്ല ഗൈസ്. നമ്മൾ എനിമീസ് കുറവായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ആദ്യം ഹിൽ ലിസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും ഹിൽ ലിസ്റ്റ് എടുത്താൽ തന്നെ ഭയങ്കര ദൂരെയാണ്. ഇനി അവിടെ വരെ ഓടേണ്ട വരും. നമ്മുടെ 2 ടീംമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും ദൂരെയാണ്. അപ്പോൾ എന്തായാലും അവിടെ ലോഞ്ച് പാഡുണ്ട്. എന്നാലും ലോഞ്ച് പാഡിലൂടെ പോകാം, അല്ലെങ്കിൽ ഓടിപ്പോവാം. നമ്മളെന്തായാലും നേരെ പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. എനിമീനോ എല്ലാം കിട്ടുവാണെങ്കിൽ അങ്ങനെ തീർത്തേക്കാം. എന്തായാലും ഇവിടെ എനിമീസ് ഒന്നുമില്ല. ഇനി ഹിൽ ലിസ്റ്റ് എടുത്തവൻ്റെ തന്നെ അടുത്തേക്ക് ഓടണമെന്ന് തോന്നുന്നു. ഇവിടെ കുറേ നേരമായി. ഇവിടെ ഒരു എനിമിയും ഇല്ല. എൻ്റെ ടീംമേറ്റ് ഒന്നും പടമായിട്ടില്ല. ഇതായിട്ട് ഒരുത്തനെയും കാണാനില്ല. സത്യം പറയാമല്ലോ, ഇവിടെ ഇറങ്ങണ്ടായിരുന്നു. ഇതിനൊരു വേറെ പീക്കിലോ ക്ലോക്ക് ടവറിലോ ഇറങ്ങുന്നതായിരുന്നു തോന്നുന്നു നല്ലത്. കാരണം ഒരു എനിമി പോലും ഇല്ല. വെറുതെ ഇവിടെ ഇറങ്ങി. പക്ഷേ അവിടെ നല്ല ലൂട്ട് കിട്ടും കേട്ടോ. എനിക്കൊന്ന് മുമ്പിൽ തന്നെ എനിമി ഉണ്ട് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് അതൊക്കെ ഇവിടെ നമുക്ക് എന്തായാലും നേരെ അങ്ങ് നമ്മൾ ഹിൽ ലിസ്റ്റ് എടുത്തമാർ അവിടെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അതായത് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ച് കില്ലാണ്ട് കെട്ടിക്കൊള്ളുമല്ലോ. നമ്മൾ നേരെ അങ്ങ് പോയേക്കോ ഹിൽ ലിസ്റ്റ് എടുത്തവൻ്റെ അടുത്തേക്ക്. നോക്കാം അവിടെ എത്ര പേര് കാണും എന്നുള്ളത്. ഹിൽ ലിസ്റ്റ് എടുത്തവർ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അതിൽ ഇവന്മാർ ക്ലോക്ക് ടവറിൻ്റെ ഇവിടെ ആയിട്ടാണ് മുമ്പിലൊരു ഓട്ടോയും കിടപ്പുണ്ട്. എന്തായാലും നമ്മുടെ ടീംമേറ്റ് വെച്ച് ഞാൻ നോക്കാക്കി പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കയറി നോക്കാൻ തന്നെ അങ്ങ് പോകാം. നമ്മളെന്തെങ്കിലും ബൂസ്റ്ററാക്കി. പക്ഷേ ഈ ഓട്ടോ ഓടിക്കാൻ ഭയങ്കര പാടാണ്. കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. നമ്മുടെ ടീംമേറ്റ് നോക്കായി ഒക്കെ പെട്ടെന്ന് പോയിട്ട് അവനെ റിവൈവ് അടിക്കാം. പക്ഷേ ഓട്ടോ തിരിച്ച് വരുമ്പോഴത്തേക്കും കുറേ നേരം എടുക്കുമല്ലോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയേക്കാം. നമ്മളെന്തായാലും നമ്മൾ നോക്കാക്കിയായി. നമ്മൾ അടിച്ച് നോക്കാക്കില്ല അവരും കൂടി. നമ്മളെന്തായാലും അപ്പോൾ തന്നെ റിവൈവും കാലൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ക്ലോക്ക് ടവറിൻ്റെ അങ്ങോട്ട് തന്നെ ഇറങ്ങാം. നമ്മളെ കൊന്നവനോട് റിവെഞ്ച് എടുക്കണം കൈ. നമ്മൾ നോക്കാക്കിയവനോട് റിവെഞ്ച്. നമ്മളെന്തായാലും ഇതിന് കുറച്ച് സൗണ്ട് എടുക്കുമല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് ലൂട്ട് എടുക്കണം. പൊക്കെ തന്നെ ഒരു എനിമി കൂടെ ഉണ്ട്. നമ്മളെന്തായാലും അവൻ നല്ല ഡാമേജ് കൊടുത്ത് അവൻ വീണ്ടും നോക്കാക്കി. വീണ്ടും പോയി. ശരിയല്ല ഗൈസ്. എന്തായാലും അവനും നോക്കാക്കിയിട്ടുണ്ട്. നല്ല ഡാമേജ് കൊടുത്തവൻ അവനും നോക്കായി, ഞാനും നോക്കായി. പക്ഷെ കില്ല് കിട്ടുമെന്ന് അറിയത്തില്ല. വേറെയുള്ള എനിമി വന്ന് എൻ്റെ കില്ല് കുമ്മിക്കൊണ്ട് പോകുമെന്നുള്ളൊരു സംശയമുണ്ട്. അതിനും പെട്ടെന്ന് പട വെക്കാം. എന്നിട്ട് വീണ്ടും പടവായി 2ാമത് തവണ. ഒരു ടീംമേറ്റ് തന്നെ റിവൈവ് ചെയ്യാമെന്നാണ് തോന്നുന്നു. ഓടിക്കും മുമ്പ് തന്നെ എനിമി ഉണ്ട്. അത് റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. അവൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ വാളും കാലൊക്കെ വെച്ചിട്ടുണ്ട്. ഡോജും കൂടെ ഉണ്ട്. അതായത് ഇവൻ്റെ ഗ്ലൂ വാൾ ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ടോ. എനിമി ഏകദേശം ഫുൾ ഗ്ലൂ വാൾ പൊട്ടിച്ച് നല്ല ഡാമേജ് കൊടുത്തവനും ഇവനെ നോക്കായി. 2 നോക്കായി. ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളൂ. അവൻ എന്തായാലും യുംബയ്ക്ക് നല്ല ഡാമേജും എല്ലാം എടുത്ത് നോക്കാക്കിയിട്ടുണ്ട്. അവൻ ഏതൊരു ഓൾഡ് പ്ലെയറാണ് ഗൈസ്.
കേട്ടോ ഇവൻ്റെ എന്തെങ്കിലും ടോക്കണും കാറിലൊക്കെ ആയിട്ടുണ്ട്. ഇവൻ പെട്ടെന്ന് തന്നെ അങ്ങ് റിവൈവ് ചെയ്താൽ മതി എന്നൊന്ന്. അപ്പം പെട്ടെന്ന് മെഡിക്കറ്റെല്ലാം അടിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റിവൈവ് ചെയ്യാൻ പോകണം. എനിക്ക് അത്രയില്ലായെന്ന് ഞാൻ നോക്കിയതുമില്ല. എനിക്ക് അറിയത്തില്ല ആ ഒരു എനിമി അവൻ നോക്കാക്കിയത് അവൻ ഫിനിഷ് ആയോ ഇനിയുള്ള കില്ല് കുമ്മിക്കൊണ്ട് പോയോ എന്നറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയേക്കാം. സ്ട്രേറ്റ് അങ്ങ് താഴത്തേക്ക് അങ്ങ് ഇറങ്ങാം. ഇവിടെ നമ്മൾ എന്തായാലും സോണും കൂടെ ആയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ ലൂട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പോകും. നമുക്കെന്നാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല. ആകെ ഒരു കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്തായാലും മുമ്പിൽ എനിമിയൊന്നും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ചാടിയിട്ട് എവിടെ എനിമികളെ നോക്കാം. നമുക്ക് ഏതാ വെച്ചാൽ ഹില്ലിസ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇതിനകത്ത്. ഞങ്ങളുടെ സ്ക്വാഡിനകത്ത് ഹില്ലിസ് എടുത്തോണ്ടിരിക്കും. നമുക്ക് ഇവിടെ നിന്നിട്ട് MP5 കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മെഡിക്കറ്റും കൂടെ എടുത്തേക്കാം. എന്തായാലും ഇത് പൊക്കത്ത് നോക്കാം. നമുക്ക് എന്നെ കിട്ടുന്നത് കണ്ണൂരം ഉണ്ടോ നോക്കാം. എന്തായാലും നമ്മൾ വീണ്ടും സോണിനകത്ത് എനിക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മീഡിയ അടിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തിരിച്ച് കയറണം. എൻ്റെ ടീംമേറ്റ്സൊക്കെ ഭയങ്കര ദൂരെയാണ്. ഞാനാണല്ലോ ഇവിടെ. മുമ്പിൽ തന്നെ ഹില്ലേഴ്സ് എടുത്തവന്മാരും ഉണ്ട്. നമുക്ക് എന്തായാലും സൂക്ഷിച്ച് കളിക്കാം. പറയാൻ പറ്റില്ല അവന്മാർ എത്ര പേര് ഒരുമിച്ച് റഷ് ചെയ്യുന്നുണ്ടാക്കി. 4, 3 പറയില്ല. എന്നാലും എൻ്റെ ടീംമേറ്റ് ഒരുത്തിനെ നോക്കാക്കി ഒരുത്തിനെ വൈപ്പ് ഔട്ട് ചെയ്ത് പിന്നെ ആ ഹില്ലേഴ്സ് എടുത്തവന്മാരെല്ലാം എന്തായാലും വൈപ്പ് ഔട്ട് ചെയ്തത് വേറെ ആൾക്കാരെയാണ് വൈപ്പ് ഔട്ട് ചെയ്തത്. എന്തായാലും പോട്ടെ നോക്കാം. എന്തായാലും നേരെ അങ്ങ് റഷ് ചെയ്തേക്കാം. മുമ്പിൽ തന്നെ എൻ്റെ ടീംമേറ്റ്സും കാലൊക്കെ ഉണ്ട്. ബാക്കിൽ ഒരുത്തനുണ്ട്. പൊക്കത്തെ എനിമിയൊന്നുമില്ല. പക്ഷേ ഒരുപാട് അവിടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടീമായിട്ട് ഇട്ടതായിരിക്കും. എന്തായാലും നോക്കാം ഇനി ഇവിടെ ലൂട്ടും എല്ലാം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. ഇവിടെ നോക്കിയിട്ട് വേറെ ലൂട്ടും കാളും ഒന്നുമില്ല. കിട്ടിയപ്പോൾ ഒരു M60 ഉണ്ട്. വേറെ ഒന്നുമില്ല. എന്തായാലും ഹില്ലേഴ്സ് എടുത്തമാർ മുമ്പിൽ തന്നെ ഉണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് റഷ് ചെയ്യാം നോക്കാം. നമുക്കെന്തായാലും ഹില്ലേഴ്സ് എടുത്തമാർ തട്ടാൻ കഴിച്ചിട്ട് എന്തായാലും പൊക്കത്തോട്ട് ചാടി പോകാം. എന്തായാലും മുമ്പിൽ തന്നെ ഇനിയും ഉണ്ട്. എൻ്റെ ടീമിൽ നല്ല ഡാമേജുകളെ കൊടുത്തിട്ടുണ്ട്. നമ്മളറിയാം ചാടി കഴിച്ച് അതിൻ്റെ പുറത്തു നിന്ന് കുറച്ച് ഡാമേജുകളെ കിട്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ മീഡിയങ്ങളൊക്കെ അടിച്ചുകൊണ്ട് കുറച്ചെന്നാൽ ബാക്കിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. മുമ്പോട്ട് നമ്മൾ നേരെ റഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പാടാക്കുമായിരിക്കും. എന്തായാലും ക്രോണോ ഇട്ട് നമ്മളങ്ങ് നേരെ അങ്ങ് പോകാനെ ഇനി റിവൈവ് അടിക്കണം. പെട്ടെന്ന് പോയി ക്ലോക്ക് ടവറിൽ ചെന്നിട്ട് വെൻറ്റി മെഷീനിൽ പോയിട്ട് അവനൊന്ന് റിവൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തായാലും റിവൈവ് ചെയ്യണം അവന്. അല്ലെങ്കിൽ റിവൈവ് ചെയ്യാൻ നേരെ വിടാം. ഇവിടെ ഓട്ടോ കിടപ്പുണ്ട് മൊത്തം പൊട്ടിയിട്ട്. ഈ ഓട്ടോയിലായിരുന്നു ആദ്യം വന്നത്. എന്തായാലും പെട്ടെന്ന് അങ്ങ് വേറിട്ട് ചങ്ങനെ റിവൈവ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ലൂട്ടും കാറിലുണ്ട്. നമുക്ക് എന്തായാലും ലൂട്ടും കൂടെ ഒന്ന് എടുത്തേക്കാം കുറച്ച്. എന്തായാലും MP5 കിട്ടി. UMP ആയി ഒരു MP5 നോക്കുന്നില്ല. അത് മാറ്റി വുഡ് പക്കറും കൂടെ ഞാൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും UMP വുഡ് പക്കറുമാണ് ഞാൻ എടുത്തത്. ഹില്ലേഴ്സ് എടുത്തവന്മാർ മുമ്പിൽ തന്നെയുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ടീമേറ്റ് റിവൈവ് ചെയ്യേണ്ട വന്നില്ല. എന്തായാലും അവനെ റിവൈവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ടീമേറ്റ്. എന്തായാലും എൻ്റെ ടീമേറ്റിന് അടുത്തൊരു എനിമി കൂടെ ഉണ്ട്. അവനെന്തായാലും നോക്കാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സോണിൻ്റെ അകത്തേക്കൊന്നും കയറേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് പോകാം. എൻ്റെ ടീമേറ്റിൻ്റെ അടുത്ത് ഏതൊരു എനിമിയും കൂടി ഉണ്ട് ഒരെണ്ണം കൂടി. അതിന് പെട്ടെന്ന് അവിടെ പോയിട്ട് അവനെ അങ്ങ് കൊല്ലാൻ പറ്റുവാണെങ്കിൽ നോക്കാക്കിയേക്കാം. എന്തായാലും മുമ്പിൽ ഒരുത്തുണ്ട്. നമ്മളവന് ഡാമേജ് എടുക്കുന്നത് നോക്കിയെങ്കിൽ ഒന്നും കൊണ്ടില്ല. എന്തായാലും ഇവിടെ ഒരുത്തും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ ഡാമേജ് കൊടുത്ത് അവന് നമ്മൾ ടീം വൈപ്പ് ഔട്ട്. അവനൊറ്റയ്ക്ക് ചെയ്യുന്ന പാവം. നമ്മളെന്തായാലും അവനെ ഫുൾ അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി നേരെ ഈ ടോക്കണും കൂടെ എടുത്തിട്ട് അങ്ങ് നേരെ ഓടിയാക്കാം. എന്തായാലും ടോക്കൺ എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പോടെ വരവില്ല. നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോകാം. ഇനി നമുക്ക് ആ ഫുട്ബോൾ കോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ വല്ല എനിമി ഉണ്ടോ എന്നൊക്കെ നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ ചാടി അങ്ങോട്ട് എന്തെല്ലാം പോകുന്നുണ്ട്. ഇവിടെ വേറെ എനിമീസ് ഒന്നുമില്ല. കാര്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഹില്ലേഴ്സ് എടുത്ത അവനെ ആയിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ തീർത്താന്ന് തോന്നുന്നു. അല്ല ഇനി ഒന്നുകൂടെ പോയി ഹില്ലേഴ്സ് എടുക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ നോക്കാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കെന്തായാലും ഈ ഒരു ടോക്കണും കാർഡിലൊക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോകാം. എന്താ വെച്ചാൽ അതിൽ ഇവിടെ നോക്കിയിട്ട് അങ്ങനെ എനിമീസിനൊന്നും കാണാനിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എനിമീസൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഇവിടെ കുറച്ച് ലൂട്ടും കാലൊക്കെ ഉണ്ട്. പക്ഷേ എനിമീസിനൊന്നും കാണാനിട്ടില്ല. അതാണ് കഴിച്ച് കൊടുത്തൊരു വശം. നോക്കാം. നമ്മുടെ ശേഷം നല്ല ടോക്കണും കാർഡും ഇട്ട് നമുക്ക് എന്തായാലും ഒരു ഹില്ലേഴ്സ് എടുക്കാണ്ടുള്ള എന്തായാലും പോയിട്ട് ഹില്ലേഴ്സ് എന്തായാലും എടുക്കാൻ പറ്റും. നമുക്ക് നല്ല ടോക്കൺ ഉണ്ട്. 2000 ടോക്കൺ ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്തായാലും ഇപ്പോൾ ഹില്ലേഴ്സ് എടുത്തവന്മാർ പോയി
നമ്മുടെ ടീമേറ്റ് അടുത്ത് ഒരു എനിമി ഉണ്ട്. എന്തായാലും അത് അടിച്ചിട്ട് അത്ര കൊള്ളുന്നില്ല. പക്ഷേ എന്തായാലും എൻ്റെ ടീമേറ്റ് കില്ല് കൊമ്മിക്കൊണ്ട് പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കില്ല് ഉള്ളെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് അതിനകത്തുനിന്ന് ഒരു MP5 അടപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. എന്തായാലും നമുക്കിപ്പോൾ വേണ്ട കണ്ണിരിപ്പുണ്ട് നമ്മുടെ UMPയും ഫുഡ്. നമ്മുടെ ടീമിൻ്റെ അടുത്ത് ഏതൊരു എനിമിയും കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അവനെ പോയിട്ടങ്ങ് ചേർക്കാം. ഇപ്പോൾ എനിമിനെ അവിടെ കാണാണ്ടേ ഇല്ല. എൻ്റെ ടീമിൻ്റെ അടുത്ത് ഏതൊരു എനിമിയുണ്ട്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അങ്ങ് റഷ് ചെയ്യാം. ഇവിടെ ഞാൻ വരുന്ന സമയം കൊണ്ട് എൻ്റെ ടീംമേറ്റ് ഫുൾ ആ എനിമിനെ പടമാക്കണം. അതുകൊണ്ട് എനിക്ക് വരെയൊക്കെ ഒരു കില്ല് പോലും കിട്ടുന്നില്ല. ഞാൻ അതിൽ ക്രോണോനെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ക്രോണോയുടെ സ്കില്ല് എന്തായാലും കയറി നോക്കാൻ ചാടി അവിടെ എനിമി ഉള്ളതെന്നൊക്കെ. അതിൽ ഇവിടെ നോക്കിയിട്ട് അങ്ങനെ എനിമി കാണുന്നില്ല. പക്ഷേ എൻ്റെ ടീമേറ്റ് അടുത്ത് വീണ്ടും ഒരു എനിമി ഉണ്ട്. എൻ്റെ ടീമേറ്റ് അതിനെ നോക്കാക്കി. നോക്കാം അവിടെ നിന്ന് എനിമി ഉള്ളതെന്ന്. സോണും വന്ന് എൻ്റെ ടീമേറ്റൊക്കെ ഇപ്പോൾ നല്ല കില്ലും കളിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തൊട്ട് അത്ര നല്ല കില്ലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം പെട്ടെന്ന് പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. എന്നാലും ഇവിടുന്ന് മെഡിക്കറ്റുകളൊക്കെ അടിച്ചുകൊണ്ട് ഞാനൊന്ന് പോവാം. അപ്പോൾ നോക്കാം എന്നിട്ട് എവിടെ എനിമി ഉള്ളതെന്നൊക്കെ. ഇവിടെ നോക്കിയിട്ട് എനിമിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ സത്യത്തിൽ എനിമിയൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഹില്ലേജ് എടുക്കേണ്ട വരുമായിരിക്കും. പക്ഷേ ഇവിടെ തുറന്നിരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ MP40 എടുത്തിട്ടുണ്ട്. നമ്മളെന്തായാലും വേറെ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ നോക്കാം. നമുക്ക് എന്തായാലും നല്ലത് വേറെ ഒന്നും നല്ലയില്ലാത്തതുകൊണ്ട് നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മുമ്പിൽ വേറെ എനിമീസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ലാൻഡ് ചെയ്തുള്ളതെന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും പെട്ടെന്ന് കറങ്ങിയിട്ട് എന്തായാലും ഇവിടുന്ന് റഷ് അടിച്ചേക്കാം. കണിക്കണം തന്നെ പിടിച്ചടിക്കുക. ഇതിന് ടീമേറ്റിന് അടുത്ത് വേറെ ഒരു എനിമിയും കൂടെ ഉണ്ട്. ഒരുത്തനെ നോക്കാക്കി. നമ്മുടെ ടീമേറ്റ് ഒരുത്തൻ പാടാവായി. നമുക്ക് അതിന് പെട്ടെന്ന് റിവൈവ് കൊടുക്കണം. ഒരുത്തനും കൂടെ പാടാവായി. പൊക്കത്തൊരു എനിമിയുണ്ട്. നമ്മളതിന് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവൻ ഗ്ലൂ വാൾ വെച്ച് പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിലും പൊക്കത്തൊരു എനിമി ഉണ്ടായതിനെ ആദ്യം അവനെ നോട്ടീസ് ചെയ്തില്ല. ബട്ട് പിന്നെ കണ്ടത് നമ്മളെന്തായാലും അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നോക്കുന്നത് നമ്മുടെ UMP ലെവൽ 99 ആക്കിയിട്ടുണ്ട്. നോക്കുന്നതിന് പെട്ടെന്ന് മെഡിക്കറ്റും കാലൊക്കെ അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ടീമേറ്റ്സിനെ റിവൈവ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു മാച്ച് പോയി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. നമ്മളെന്തായാലും ഇപ്പോൾ ഏകദേശം നല്ല ലൂട്ടും കാലം ഉണ്ട്. നല്ല ഇത് തന്നെയാണ്. നോക്കുന്നതിന് പെട്ടെന്ന് ചാടിയിട്ട് നമ്മുടെ ഈ ഒരു MP4 ലെവൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴെ തന്നെ ഒരു എനിമി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ട് അവനെ നോക്കാം. ഇപ്പോൾ ചാടാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഗ്ലൂ വാൾ വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഇനി ഇവിടുന്ന് എടുത്താലും ചാടേണ്ടി വരും. ആ ഒരു ടീമിനെ നോക്കാക്കിയെന്ന് തോന്നുന്നു. അതുപോലെ എൻ്റെ ടീമിൽ ഫുൾ റിവൈവ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ളൂ. എൻ്റെ ടീമിൻ്റെ അടുത്ത് ഏതൊരു എനിമിയും കൂടെ ഉണ്ട്. ഇനി ഒരു നല്ലപോലെ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഗ്ലൂ വാൾ വെച്ച് പെട്ടെന്ന് സൂപ്പർ മെഡി അടിക്കുന്നു. സൂപ്പർ മെഡിയും കാലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിന് പെട്ടെന്ന് ഇനി ഇവിടുന്ന് ഓടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മര വീണ്ടും പിടിച്ചടിക്കും. എന്തായാലും എൻ്റെ ടീമേറ്റ് ഫൈറ്റ് എടുക്കുന്നുണ്ട്. നോക്കാം എവിടെ നിന്ന് എനിമി ചാടുന്നതെന്നുള്ളത്. ആ മുമ്പിലുള്ള എനിമിയൊക്കെ ഇവിടുന്ന് ഓടിയെന്ന് തോന്നുന്നു. പണ്ടേ അതിന് പെട്ടെന്ന് പോയിട്ട് ആ ഇത് എടുക്കാം. വീണ്ടും നല്ല ഡാമേജും കാലം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇവന്മാർ ഭയങ്കര അടിയാട്ടോ. ഒക്കെ പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് അടിക്കാം. അതായത് നമ്മുടെ മെഡിയും കാലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിലല്ല ഫൂട്ടുണ്ട് 2 പേര്. പിന്നെ മുമ്പിൽ തന്നെ എനിമി ഉണ്ട് തോന്നുന്നു. മുമ്പിൽ അവിടെ ഇട്ട് നോക്കുന്നതിന് പെട്ടെന്ന് അങ്ങ് റഷ് ചെയ്തേക്കാം. ഇപ്പോൾ അവിടെ 2-3 എനിമി കാണുമായിരിക്കും. ആ എനിമി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അവിടെ നോക്കിയിട്ട് അവിടെ ഇല്ലെന്ന് തോന്നുന്നു എനിമീസൊന്നും. എന്തായാലും പുറത്ത് ഗ്ലൂ വാളും കാലൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ തന്നെ എനിമി ഉണ്ട്. എന്തായാലും അങ്ങോട്ട് ഒരു ഗ്രാനേഡ് എറിയാം. നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് എനിമി അങ്ങോട്ട് ചാടി വന്നു. നമ്മളെന്തായാലും അവനെ നോക്കാക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല ഡാമേജ് ഉണ്ട് ചെറുതായിട്ട്. ഇവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കണം നമുക്കൊന്ന്. അല്ലെങ്കിൽ വേറെ വല്ല എനിമി ചാടിക്കഴിഞ്ഞാൽ നമ്മൾ തീർക്കാം. ഒരുത്തും കൂടെ ചാടിയിട്ടുണ്ട്. നമ്മളെന്തായാലും അവനെ നോക്കാക്കിയിട്ടുണ്ട്. നമ്മളെന്തായാലും അവനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മെഡി അടിക്കണം കഴിച്ചു. നമ്മളെന്തായാലും പതിക്കാൻ മെഡി അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ളൂ. എന്തായാലും എൻ്റെ ടീമേറ്റ് ബാക്കിയുള്ളവരെ തീർത്തോളുമായിരിക്കും. എന്തായാലും ഇനി ബാക്കി ഒരാളെ ബാക്കിയുള്ളൂ. എന്തായാലും അവനെ തപ്പാം. അവൻ എവിടെയാണ് ഉള്ളതെന്ന്. എവിടെയാ മച്ചൂസേ? എന്തായാലും ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ അവസാനത്തെ കില്ല് എൻ്റെ ടീമേറ്റിനെ എടുത്തുകൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം അവൻ എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത്. എന്തായാലും തപ്പിയിട്ട് അവനെ കാണുന്നൊന്നുമില്ല.
പിന്നെ ഇപ്പോൾ ടീമിന് വല്ല കിട്ടി കാണുമായിരിക്കും അവന്മാർ എവിടെയാണെന്നുള്ളത്. എന്തായാലും ഇവിടെ ഒരു എനിമി ഉണ്ട്, അവസാനത്തെ എനിമി ഇവനാണ്. എന്തായാലും എൻ്റെ ടീമിൻ്റെ ഇവിടെ നിന്ന് നോക്കാക്കിയതാണ്. എന്തായാലും ഇവിടെ നിന്ന് ടീമിൻ്റെ റിവൈവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുമ്പിൽ തന്നെ എനിമിയുണ്ട്. എന്തായാലും നേരെ അങ്ങ് റഷ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ പൊക്കത്തും ചാടി ഗൈസ്, ഇപ്പോൾ പൊക്കത്തും ഒരുത്തൻ ചാടിയിട്ടുണ്ട്. ഒരു ടീമായിട്ട് ഞാൻ ഒരുത്തന്നെ നോക്കാക്കിയില്ല, ഡാമേജ് കൊടുത്ത് അതിൻ്റെ കില്ല് കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പുതിയതാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ.